നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരമാണ് സഞ്ജു സാംസൺ. വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ മിന്നും പ്രകടനമാണ് ഇന്ത്യയുടെ T20 ടീമിനായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു 3 സെഞ്ചുറികളാണ് ഈ വർഷം ഇന്ത്യയുടെ T20 ടീമിനായി നേടിയിട്ടുള്ളത്. ഒരു കലണ്ടർ വർഷം 3 അന്താരാഷ്ട്ര T20 സെഞ്ചുറി എന്ന നേട്ടം സഞ്ജു സാംസണ് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന റെക്കോർഡാണ്. ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറയാനാവില്ല എങ്കിലും സൂപ്പർ താരങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്ന ആരാധക പിന്തുണ സഞ്ജുവിനുണ്ട്. ഫോമിലേക്ക് എത്തിയാൽ എതിർ ബോളർമാരുടെ അന്തകനാകുന്ന ബാറ്റിംഗ് ശൈലി സഞ്ജുവിനുണ്ട്. സ്പിന്നിനെതിരെ നന്നായി ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് പ്രത്യേക കഴിവുമുണ്ട്. 2015 മുതൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിട്ടുള്ള താരമാണ് സഞ്ജു. എന്നാൽ അദ്ദേഹത്തിന്റെ മികവിനൊത്ത പ്രകടനം കാണാനാകുന്നത് ഈ വർഷമാണെന്ന് പറയാം. ഓപ്പണർ എന്ന നിലയിൽ മിന്നിക്കുന്ന സഞ്ജു തന്റെ റോൾ മോഡൽ ആരാണെന്നും സ്വപ്ന ബാറ്റിംഗ് പങ്കാളി ആരാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അത് ആരൊക്കെയാണെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിക്ക് ഉടമയാണ് സഞ്ജു. നേരിടുന്ന ആദ്യ പന്ത് മുതൽ കടന്നാക്രമിക്കുക എന്നതാണ് സഞ്ജുവിന്റെ ശൈലി. അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ റോൾ മോഡൽ വീരേന്ദർ സേവാഗ്, ക്രിസ് ഗെയിൽ, എബി ഡിവില്ലിയേഴ്സ്, രോഹിത് ശർമ്മ എന്നിവരെ പോലെയുള്ള വെടിക്കെട്ട് താരങ്ങൾ ആരെങ്കിലും ആയിരിക്കാം എന്നായിരിക്കും പൊതുവെയുള്ളൊരു ധാരണ. എന്നാൽ സഞ്ജു ഒരിക്കൽ ഇതിനെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. ചെറുപ്പത്തിൽ അതിവേഗം റൺസ് ഉയർത്തുന്ന എല്ലാ ബാറ്റർമാരെയും ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തിയ ശേഷം വിരാട് കോഹ്ലിയെയാണ് റോൾ മോഡലായി കാണുന്നതെന്നും ബാറ്റ് ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് കോഹ്ലിയോടൊപ്പമാണെന്നുമാണ് സഞ്ജു പറഞ്ഞിട്ടുള്ളത്. കോഹ്ലിയുടെ അർപ്പണബോധവും ഫിറ്റ്നസിന് നൽകുന്ന പ്രാധാന്യവുമെല്ലാം എല്ലാവർക്കും മാതൃകയാണ്. കോഹ്ലി താരമെന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും മാതൃകയാണ് എന്നാണ് സഞ്ജു നേരത്തെ തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ T20 ടീമിന്റെ പരിശീലകനായി എത്തിയതോടെയാണ് സഞ്ജു സാംസണ് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. ഓപ്പണർ റോളിലേക്ക് സഞ്ജുവിനെ എത്തിച്ചത് ഗംഭീറാണ്. തകർപ്പൻ പ്രകടനങ്ങളോടെയാണ് അദ്ദേഹം കസറിയത്. 3 സെഞ്ചുറികൾ ഈ വർഷം കുട്ടി ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി നേടിയ സഞ്ജു തൊട്ടടുത്ത മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറി നേടുകയായിരുന്നു. T20യിൽ തുടർച്ചയായ 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി മാറാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ T20യിലേക്ക് മാത്രമാണ് സഞ്ജുവിനെ പരിഗണിക്കുന്നത്. ഏകദിനത്തിലും ടെസ്റ്റിലും സഞ്ജു ഇന്ത്യൻ ടീമിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയോടൊപ്പം ഇനി ബാറ്റ് ചെയ്യുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല. കോഹ്ലി T20യിൽ നിന്ന് വിരമിച്ച താരമാണ്. അതേസമയം ഏകദിനത്തിലും ടെസ്റ്റിലും അദ്ദേഹം കളിക്കുന്നുണ്ട്. സഞ്ജു ഏകദിന ടീമിലെത്തിയാൽ കോഹ്ലിയോടൊപ്പം വീണ്ടും ബാറ്റ് ചെയ്യാനായേക്കും. T20 ഫോർമാറ്റിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും തമ്മിലാകാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും രാജസ്ഥാൻ റോയൽസിനായി ഓപ്പൺ ചെയ്യേണ്ടവർ കൂടിയാണ്. ഈ കൂട്ടുകെട്ട് ക്ലിക്കായാൽ ഇന്ത്യയും ഇതേ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ തന്നെ T20യിൽ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സഞ്ജുവിന്റെ സമീപകാലത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ മികച്ചതാണ്. എന്നാൽ കേരളത്തിനോടൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ഉറ്റുനോക്കുകയാണ്. സഞ്ജു കോഹ്ലി ഒരു ബാറ്റിംഗ് ജോഡിയായിട്ട് ഇറങ്ങുമോ, അല്ലെങ്കിൽ അവർ ഓപ്പണർ സ്ഥാനത്തല്ലെങ്കിൽ പോലും സഞ്ജുവും കോഹ്ലിയും ഒരുമിച്ച് ബാറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ അതൊരു മികച്ച കാഴ്ചാനുഭവം തന്നെയായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക്. പ്രത്യേകിച്ച് രണ്ടുപേരും ആക്രമണ ശൈലിയിലൂടെ ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ്. വിരാട് കോഹ്ലിയെ പോലെ ഒരു അഗ്രസീവ് താരം എതിരെയും സഞ്ജുവിനെ പോലെ ശാന്തനായ ഒരു പ്ലെയർ മറുഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അത് മികച്ചൊരു കാഴ്ചാനുഭവം തന്നെയായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് നൽകുക.